ഇത് അണ്ടലാടിയുള്ള വിഷ്ണുവിൻ്റെ അമ്പലമാണ് കേട്ടോ. ഇവിടെ കുറേ കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വിളക്ക് വെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിന്ന് എന്താ ഇവിടെ വന്നു വെച്ചാൽ നമ്മുടെ അമ്പാടിക്കുട്ടന് ചോറ് കൊടുക്കാനാണ് കേട്ടോ. ഗുരുവായൂർ കൊടുത്ത ശേഷം അടുത്ത് ഞങ്ങൾ ഇവിടെയാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ നമ്മൾ വീരനാട്യം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കളിച്ചത് ഇവിടുത്തെ ഈ അമ്പലത്തിന് മുന്നിൽ കാണുന്ന പാടത്ത് വെച്ചിട്ടായിരുന്നു ഗ്രാമോത്സവത്തിന്. അന്ന് നമ്മുടെ കൂടെ കൃഷ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീരനാട്യം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കൃഷ്ണയ്ക്ക് പോസിറ്റീവായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം നമ്മൾ ചാടി മറിഞ്ഞ് കളിച്ചതാണ്, അതെന്തിനേലും ഇതിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ ഇതാ നമ്മുടെ അമ്പാടിക്കുട്ടി നമ്മുടെ കയ്യിലിരിക്കുന്നു. നമ്മൾ നല്ലപോലെ ചോറ് കൊടുത്ത് ആ വിഷ്ണുവിൻ്റെ മുന്നിൽ നമ്മൾ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ അന്ന് അച്ചമ്മ നേർന്നതാണ് കുട്ടിക്ക് നല്ലപോലെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്ക് ഇവിടെ വെച്ച് ചോറ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ അച്ചമ്മ നേർന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചോറൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ അണ്ടലാടി മനയ്ക്ക് വന്നു കേട്ടോ. അണ്ടലാടി മനയിൽ വേട്ടേക്കറിൻ്റെ മുന്നിൽ ചോറ് കൊടുക്കാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൂജ കഴിയുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അച്ചമ്മയും പൊന്നുമോനും കൂടെ നല്ല കളിയിലാണ് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ കൂട്ടുകൂടും, നമ്മൾ പറയുന്നതിനൊക്കെ റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൻ തിരിച്ചിതാ ഇന്ന് ചുരക്കോട് പോവുകയാണ്, അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ സങ്കടത്തിലാണ്. എന്തായാലും പോട്ടെ, നമ്മളിവിടെ എപ്പോഴും ആളുണ്ടാവില്ല, അവനെ നോക്കാൻ എന്തായാലും ആൾ വേണം. അവിടെ വെച്ചാൽ അവളെ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ പൂജ കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഇടയ്ക്കൊന്ന് ചിണുങ്ങിച്ചാലും ആൾക്ക് പായസം കൊടുത്താൽ പിന്നെ ഓക്കെയാണ് കേട്ടോ. പായസം കൊടുത്താൽ അതിങ്ങനെ നുണഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അവന് കരച്ചിലും ഇല്ല, ഒന്നുമില്ല. ഒരു മധുരക്കൊതിയനാണെന്ന് തോന്നുന്നു. എൻ്റെ ഏട്ടൻ അങ്ങനെയാണ് കേട്ടോ, നല്ല മധുരം വേണം. അപ്പോൾ ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അണ്ടലാടി നാരായണ നമ്പൂതിരിയുടെ മനയ്ക്ക് വിട്ടു കേട്ടോ. അവിടെ ഒരു വേട്ടേക്കറിനുണ്ട്, അവിടെയും കൂടെ തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു.